വെൽക്കം ബാക്ക് ടു ചാനൽ ലേണിംഗ് ശ്രീ ബനാസർ ഖാലിദ്. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ അന്താരാഷ്ട്ര സംഘടനയെ കുറിച്ചാണ് മനസ്സിലാക്കിയിരുന്നത് അല്ലെ. അപ്പൊ അന്താരാഷ്ട്ര സംഘടനയെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ നിങ്ങൾ തീർച്ചയായും ഈ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്യുക. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്ത് ഇന്ന് നമ്മൾ അതിന്റെ ബാക്കി പോർഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. തീർച്ചയായും നിങ്ങൾ ക്ലാസ് ഉപയോഗപ്പെടുത്താം. അപ്പൊ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ഒന്നാമത്തെ ചോദ്യം നോക്കിയോ. യുഎന്റെ അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയെന്നാണ് ചോദ്യം. അപ്പൊ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാണ്? ഐക്യരാഷ്ട്രസഭയിലെ 6 ഔദ്യോഗിക ഭാഷകളാണ് യുഎന് ഉള്ളത്. ഔദ്യോഗിക ഭാഷകളെ നമുക്കൊരു കോർഡിനേറ്റ് സൂചിപ്പിക്കാം. അതാണ് ഫ്രസ്ക എന്ന് പറയുന്നത്. ഫ്രസ്ക എന്ന് പറഞ്ഞ ഏതൊക്കെ ഭാഷകളാണ്? ഫ്രഞ്ച്, അതുപോലെ തന്നെ റഷ്യൻ, ഇംഗ്ലീഷ്, സ്പാനിഷ്, ചൈനീസ്, അറബിക്. അപ്പൊ ഫ്രസ്ക ഡിനോട്ട് ചെയ്യുന്നത് യുഎനിലെ ഔദ്യോഗിക ഭാഷകളെയാണ്. അപ്പൊ യുഎനിലെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം 6 ആണ്. ഏതൊക്കെ ഔദ്യോഗിക ഭാഷകളാണ് ക്ലിയർ ആയി. ഇനി മനസ്സിലാക്കേണ്ടത്, ഇത് ഏറ്റവും ഒടുവിലായിട്ട് യുഎനിൽ ഒരു ഔദ്യോഗിക ഭാഷ യുഎന്റെ ഔദ്യോഗിക ഭാഷ പദവി നേടിയത് ഏതാണെന്ന് ചോദിച്ചാൽ ഏത് ഭാഷയാണെന്ന് ചോദിച്ചാൽ അറബിക്കാണ്. അപ്പൊ അറബിക്കിനാണ് ഏറ്റവും ഒടുവിലായിട്ട് യുഎൻ ഔദ്യോഗിക ഭാഷ പദവി ലഭിച്ചത്. ഏത് വർഷമാണ്? 1973. അപ്പൊ ആ വർഷം കൊണ്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ 1973 യുഎൻ ഔദ്യോഗിക ഭാഷ പദവി ആർക്ക് ലഭിക്കുന്നത്? അറബിക് ഭാഷയ്ക്ക് ലഭിക്കുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ഭാഷയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഇനി യുഎന്റെ ഐക്യരാഷ്ട്രസഭയ്ക്ക് ഐക്യരാഷ്ട്രസഭ ഒരു എന്താണ് സർവകലാശാല സ്ഥാപിക്കണം. അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭ ഒരു സർവകലാശാല സ്ഥാപിക്കണ്ടേ. അത് എവിടെയാണെന്ന് വെച്ചാല് ജപ്പാനിലെ ടോക്കിയോയിലാണ്. അപ്പൊ ജപ്പാനിലെ ടോക്കിയോയിലാണ് യുഎൻ സർവകലാശാല ആദ്യമായിട്ട് സ്ഥാപിക്കുന്നത്. ഏത് വർഷമാണ്? 1969. ഇപ്പോൾ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്തൊക്കെയാണ്? യുഎൻ സർവകലാശാല സ്ഥാപിക്കപ്പെട്ട വർഷം എന്നാണ് 1969. എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ജപ്പാനിലെ ടോക്കിയോയിലാണ്. അടുത്ത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് എന്താണ്? യുഎൻ ഒരു സമാധാന സർവകലാശാല സ്ഥാപിക്കുകയുണ്ടായി. യുഎൻ ഒരു സമാധാന സർവകലാശാല സ്ഥാപിക്കുകയുണ്ടായി. അത് 1980 അതിന്റെ പേരാണ് കോസ്റ്റാറിക്ക. എന്താണ്? കോസ്റ്റാറിക്ക. യുഎൻ സ്ഥാപിച്ച സമാധാന സർവകലാശാല എവിടെയാണെന്ന് വെച്ചാൽ കോസ്റ്റാറിക്ക. ഏത് വർഷം? 1980. ഇനി മനസ്സിലാക്കേണ്ടത്, ഇപ്പോഴും പ്രവർത്തനം തുടരുന്ന ഒരു ഏറ്റവും മുൻപേ ഉണ്ടായ പ്രവർത്തനം തുടരുന്ന ഏറ്റവും പഴക്കം ചെന്ന അന്താരാഷ്ട്ര സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ പ്രവർത്തനം തുടരുന്ന ഏറ്റവും പഴയ അന്താരാഷ്ട്ര സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ് ആൻസർ? അന്താരാഷ്ട്ര വാർത്താവിനിമയ യൂണിയൻ. അപ്പൊ എന്താണ് ചോദ്യം? ഇപ്പോഴും പ്രവർത്തനം തുടരുന്ന ഏറ്റവും പഴക്കം ചെന്ന അന്താരാഷ്ട്ര സംഘടന ഏതാണ്? അന്താരാഷ്ട്ര വാർത്താവിനിമയ യൂണിയൻ. ഏത് വർഷമാണ് ഇത് പ്രവർത്തനം തുടങ്ങിയത്? 1865. അപ്പൊ 2 പോയിന്റ് നോട്ട് ചെയ്യുക. അന്താരാഷ്ട്ര വാർത്താവിനിമയ യൂണിയൻ എന്ന് പറയുന്നത് ഇപ്പോഴും പ്രവർത്തനം തുടരുന്ന ഏറ്റവും പഴക്കം ചെന്ന ഒരു അന്താരാഷ്ട്ര സംഘടനയാണ് അന്താരാഷ്ട്ര വാർത്താവിനിമയ യൂണിയൻ. ഏത് വർഷം? 1865. അടുത്ത് മനസ്സിലാക്കേണ്ടത്, ഈ അന്താരാഷ്ട്ര വാർത്താവിനിമയ യൂണിയന്റെ ആസ്ഥാനം എവിടെയാണ്? അപ്പൊ അന്താരാഷ്ട്ര വാർത്താവിനിമയ ആസ്ഥാനം എവിടെയാണ്? ജനീവയാണ് കേട്ടോ. അന്താരാഷ്ട്ര വാർത്താവിനിമയ യൂണിയന്റെ ആസ്ഥാനം എവിടെയാണ്? ജനീവ. ഏത് വർഷം തുടങ്ങിയത്? 1964. ഇപ്പോഴും അത് പ്രവർത്തനം തുടരുന്നുണ്ട്. അതിന്റെ ആസ്ഥാനം എവിടെയാണ്? ജനീവ. അടുത്ത പോയിന്റ്, പ്രവർത്തനം തുടരുന്ന രണ്ടാമത്തെ പഴയ ലോക സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ പ്രവർത്തനം തുടരുന്ന രണ്ടാമത്തെ പഴയ ലോക സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ ആഗോള തപാൽ യൂണിയൻ. ആഗോള തപാൽ യൂണിയൻ. അപ്പൊ രണ്ടാമത് നമുക്ക് പറയാവുന്ന പേര് ഏതാണ്? ആഗോള തപാൽ യൂണിയൻ. ഇപ്പോഴും ഇത് പ്രവർത്തനം തുടരുന്നുണ്ട്. ഈ ആഗോള തപാൽ യൂണിയൻ നിലവിൽ വന്ന വർഷമാണ് മനസ്സിലാക്കേണ്ടത്. 1874 ആഗോള തപാൽ യൂണിയൻ നിലവിൽ. 1874 ഒക്ടോബർ 8 ആഗോള തപാൽ യൂണിയൻ പ്രവർത്തനം ആരംഭിച്ചത്. മനസ്സിലായി? അപ്പൊ ഒക്ടോബർ 8 പ്രവർത്തനം ആരംഭിച്ചത്. ഇനി ഒക്ടോബർ 9 ലോക തപാൽ ദിനം എന്ന് അറിയപ്പെടുന്നു. ഒക്ടോബർ 9 പ്രത്യേകം എന്താണ്? ലോക തപാൽ ദിനം. ഇനി ഒക്ടോബർ 10 എടുക്കുകയാണെങ്കിൽ ദേശീയ തപാൽ ദിനം എന്നറിയപ്പെടുന്ന ഒക്ടോബർ 10. ഈ പോയിന്റ്സുകൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഒന്നും കൂടെ പറയാം. പ്രവർത്തനം ഇപ്പോഴും തുടരുന്ന ഏറ്റവും പഴക്കം രണ്ടാമത്തെ അന്താരാഷ്ട്ര സംഘടന ഏതാണ്? ആഗോള തപാൽ യൂണിയൻ ആണ്. അതെന്നാ പ്രവർത്തനം തുടങ്ങിയത്? 1874 ഒക്ടോബർ 10. ഈ ഒക്ടോബർ 9 പ്രത്യേകത എന്താ? 1874 ഒക്ടോബർ 8 എന്നാണ് പ്രവർത്തനം തുടങ്ങിയത്? 1874 ഒക്ടോബർ 8. ഇനി ഒക്ടോബർ 9 പ്രത്യേകത എന്താണ്? ലോക തപാൽ ദിനം എന്നറിയപ്പെടുന്ന ഒക്ടോബർ 9. ഇനി ദേശീയ തപാൽ ദിനം എന്ന് പറയുന്നത് ഒക്ടോബർ 10. അപ്പൊ ഈ ഡേറ്റുകൾ നിങ്ങളൊന്ന് ഓർത്തു വയ്ക്കാം. ഇത് എക്സാംസിന് ചോദിക്കാറുണ്ട്. അടുത്തത്, ഈ ആഗോള തപാൽ യൂണിയന്റെ ആസ്ഥാനം എവിടെയാണ് ചോദിച്ചത്? ആഗോള തപാൽ യൂണിയന്റെ ആസ്ഥാനമാണ് ബേൺ. ഇതാണ് ബേൺ ആണ് ആഗോള തപാൽ യൂണിയന്റെ ആസ്ഥാനം. ബേൺ ആണ്. അപ്പൊ ഇത്രയും കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആഗോള തപാൽ യൂണിയന്റെ ആസ്ഥാനം എവിടെയാണ്? ബേൺ ആണ്. അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുട്ടികൾക്ക് വേണ്ടി ലോകത്തിലെ ഏറ്റവും വലിയൊരു സംഘടന ഉണ്ടായി. അപ്പൊ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? യൂണിസെഫ് ആണ് കേട്ടോ. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ സംഘടന ഏതാണ്? യൂണിസെഫ് ആണ്.
അത് നിലവിൽ വന്നത് 1946 ഡിസംബർ 11. അപ്പൊ 1946 ഡിസംബർ 11 നിലവിൽ സംഘടന ഏതാണ്? യൂണിസെഫ് ആണ്. കുട്ടികൾക്ക് വേണ്ടി നിലനിന്ന സംഘടനയാണ് കേട്ടോ. കുട്ടികൾക്ക് വേണ്ടി ലോകത്തിൽ ഏറ്റവും വലിയൊരു സംഘടന, കുട്ടികൾക്ക് വേണ്ടി ലോകത്തിലെ ഏറ്റവും വലിയ സംഘടന വെച്ചാൽ യൂണിസെഫ് ആണ്. ഏത് വർഷമാണ്? 1946 ഡിസംബർ 11. ഇനി യൂണിസെഫിന്റെ ആസ്ഥാനത്തെ കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ അത് അമേരിക്കയിലെ ന്യൂയോർക്ക് ആണ്. യൂണിസെഫിന്റെ ആസ്ഥാനം എവിടെയാണ്? അമേരിക്കയിലെ ന്യൂയോർക്ക് ആണ് യൂണിസെഫിന്റെ ആസ്ഥാനം. ഇനി യുഎന്റെ ദൈവദൂത കരം എന്നറിയപ്പെടുന്ന സംഘടനയാണ്. യുഎന്റെ ദൈവദൂത കരം എന്നറിയപ്പെടുന്ന സംഘടന ഏതാണ്? യൂണിസെഫ് ആണ്. യുഎന്റെ ദൈവദൂത കരം എന്നറിയപ്പെടുന്ന സംഘടന ഏതാണ്? യൂണിസെഫ് ആണ്. യൂണിസെഫ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടി ലോകത്തിന് വെച്ച ഏറ്റവും വലിയ സംഘടനയാണ്. അത് നിലവിൽ വന്ന എന്നാണ്? 1946 ഡിസംബർ 11. ഇനി യൂണിസെഫിന്റെ സ്ഥാപകനായിട്ട് ഒരു പോളിഷ് ബിഷപ്പുകാരൻ, അദ്ദേഹത്തിന്റെ പേരെന്താണ്? യൂണിസെഫിന്റെ സ്ഥാപകനായിട്ടുള്ള ഒരു പോളിഷ് ഡോക്ടറിന്റെ പേരാണ് ലുഡ്വിഗ് റാഷ്മൻ. എന്താണ്? ലുഡ്വിഗ് റാഷ്മൻ. അപ്പൊ യൂണിസെഫ് എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് കൊണ്ടുവന്ന പോളണ്ടുകാരനായ ഡോക്ടറുടെ പേരാണ് ലുഡ്വിഗ് റാഷ്മൻ. എന്താണ്? ലുഡ്വിഗ് റാഷ്മൻ. അപ്പൊ ഇത്രയുമാണ് നമ്മൾ യൂണിസെഫുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട പോയിന്റ്സ്. യൂണിസെഫ് എന്ന് പറയുന്നത് ഒരു അന്താരാഷ്ട്ര സംഘടനയാണ്. കുട്ടികൾക്ക് വേണ്ടി ലോകത്തിൽ ഉണ്ടായ ഏറ്റവും വലിയൊരു സംഘടനയാണ്. നിലവിൽ വന്ന എന്നാണ്? 1946 ഡിസംബർ 11 കേട്ടോ. ആരുടെ ആശയം അല്ലെങ്കിൽ ആരുടെ ശ്രമഫലമായിട്ടുള്ള ആശയം ആരാ കൊണ്ടുവന്നത്? ലുഡ്വിഗ് റാഷ്മൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. എന്താണ്? ലുഡ്വിഗ് റാഷ്മൻ. ഈ ലോകത്തില് ലുഡ്വിഗ് റാഷ്മൻ ആണ് ആശയം കൊണ്ടുവന്നത്. ലുഡ്വിഗ് റാഷ്മൻ എന്ന വ്യക്തിയാണ് ആശയം കൊണ്ടുവന്നത്. അടുത്തത് യുഎന്റെ ദൈവദൂത കരം എന്നറിയപ്പെടുന്ന ഏതാണെന്ന് വെച്ചാൽ യൂണിസെഫ് ആണ്. യുഎന്റെ ദൈവദൂത കരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. മറ്റു വിശേഷം അതാണ്. ലുഡ്വിഗ് റാഷ്മൻ ആണ് ഇതിന്റെ സ്ഥാപകൻ എന്ന് മനസ്സിലാക്കാം. ഈ ലോകത്തില് ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിലകൊണ്ട ഒരു സംഘടനയെ കുറിച്ച് അടുത്ത മനസ്സിലാക്കാൻ പോകുന്നത് ഭക്ഷ്യ കാർഷിക സംഘടന. ലോകത്തെ ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ടി മുന്നോട്ട് വന്ന സംഘടന ഏതാണ്? ലോക ഭക്ഷ്യ കാർഷിക സംഘടന. ഇനി ലോക ഭക്ഷ്യ കാർഷിക സംഘടന നിലനിന്ന വർഷമാണ് അടുത്ത് പഠിക്കേണ്ടത്. 1945 ഒക്ടോബർ 16. ഇപ്പൊ ലോക ഭക്ഷ്യ കാർഷിക സംഘടന നിലനിന്ന എന്താണ്? 1945 ഒക്ടോബർ 16. ഇനി എന്താണല്ലോ ഈ ഒക്ടോബർ 16 പ്രത്യേകത എന്താണ്? ലോക ഭക്ഷ്യ ദിനം എന്നറിയപ്പെടുന്നത് ഒക്ടോബർ 16 കേട്ടോ. ലോക ഭക്ഷ്യ കാർഷിക സംഘടന നിലനിന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒക്ടോബർ 16 ഭക്ഷ്യ കാർഷിക ദിനം എന്ന് അറിയപ്പെടുന്നു. ലോക ഭക്ഷ്യ ദിനം എന്ന് അറിയപ്പെടുന്നു. എന്താണ്? ലോക ഭക്ഷ്യ ദിനം എന്നാണ്? ഒക്ടോബർ 16 ഓർത്തു വയ്ക്കുക. ഇനി ലോക ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ഇറ്റലിയിലെ റോം ആണ് ലോക ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ആസ്ഥാനം. എവിടെയാണ്? ഇറ്റലിയിലെ റോം ആണ് ലോക ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ആസ്ഥാനം. അപ്പൊ നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കി? യൂണിസെഫിനെ കുറിച്ച് മനസ്സിലാക്കി അല്ലെ? അത് യൂണിസെഫിന്റെ സ്ഥാപകൻ ആരാണ്? അദ്ദേഹം ഒരു പോളണ്ടുകാരനാണ്. അദ്ദേഹത്തിന്റെ പേര് എന്താണ്? ലുഡ്വിഗ് റാഷ്മൻ ആണ്. ലുഡ്വിഗ് റാഷ്മൻ. ഇനി ലോകത്തിലെ ഭക്ഷ്യ സുരക്ഷയ്ക്ക് വേണ്ടി നിലനിന്ന സംഘടന ഏതാണ്? ലോക ഭക്ഷ്യ കാർഷിക സംഘടന. അപ്പൊ ഭക്ഷ്യ കാർഷിക സംഘടന നിലനിന്ന എന്നാണ്? 1945 ഒക്ടോബർ 16. അതുകൊണ്ട് ഒക്ടോബർ 16 ഏത് പേരിൽ അറിയപ്പെടുന്നത്? ലോക ഭക്ഷ്യ ദിനം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഒക്ടോബർ 16 ആണെന്ന് നോട്ട് ചെയ്ത് വെക്കും. ഇനി അതിന്റെ തലസ്ഥാനം കൂടെ മനസ്സിലാക്കി. നമ്മൾ എവിടെയാണ് മനസ്സിലാക്കിയത്? ലോക ഭക്ഷ്യ കാർഷിക സംഘടനയുടെ തലസ്ഥാനം ഇറ്റലിയിലെ റോമാണ്. ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാന പോയിന്റ്, ലോക ഭക്ഷ്യ കാർഷിക സംഘടനയുടെ മുദ്രാവാക്യം എന്താണ്? അപ്പൊ ഭക്ഷണം ഉണ്ടാകട്ടെ എന്നാണ് ലോക ഭക്ഷ്യ കാർഷിക സംഘടനയുടെ മുദ്രാവാക്യം. ഭക്ഷണം ഉണ്ടാവട്ടെ എന്നതാണ് ലോക ഭക്ഷ്യ കാർഷിക സംഘടനയുടെ മുദ്രാവാക്യം. ഇനി മനസ്സിലാക്കേണ്ടത് അന്തർദേശീയ തലത്തിൽ തൊഴിൽ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന സംഘടന ഏതാണ്? അന്തർദേശീയ തലത്തിൽ തൊഴിൽ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന സംഘടന ഏതാണ്? അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയാണ് കേട്ടോ. അന്താരാഷ്ട്ര തൊഴിൽ സംഘടന, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. അപ്പൊ അന്തർദേശീയ തലത്തില് തൊഴിൽ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന സംഘടനയാണ് അന്താരാഷ്ട്ര തൊഴിൽ സംഘടന. ഈ അന്താരാഷ്ട്ര തൊഴിൽ സംഘടന നിലനിന്ന വർഷം നോക്കുക 1919. ഇവിടെ 1919 എന്ന് മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം നമ്മൾ പഠിച്ചത് ഏതാണ്? സർവരാജ് സഖ്യം നിലവന്ന ഏത് വർഷമാണ്? 1919. അപ്പൊ അന്താരാഷ്ട്ര തൊഴിൽ സംഘടന നിലവന്ന എന്നാണ്? 1919 നോട്ട് വയ്ക്കുക. ഇനി അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ് അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ ആസ്ഥാനം. എവിടെയാണ്? സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണ് അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ ആസ്ഥാനം. അപ്പൊ അന്താരാഷ്ട്ര തൊഴിൽ സംഘടന നിലവിൽ വന്നത് 1919. സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ്. ഇനി ഇവിടെ നോക്കാം. അപ്പൊ നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കി? ഇവിടെ ഈ പറയുന്ന അന്താരാഷ്ട്ര ഭക്ഷ്യ കാർഷിക ദിനത്തെ കുറിച്ച് പറയാം. ലോക ഭക്ഷ്യ കാർഷിക ദിനം എന്നാണ് ലോക ഭക്ഷ്യ ദിനം എന്നാണ് ഒക്ടോബർ 16. ലോക ഭക്ഷ്യ ദിനം ഒക്ടോബർ 16 അല്ലെ? ഇനി നമ്മൾ മനസ്സിലാക്കിയത് ലോക ഭക്ഷ്യ കാർഷിക സംഘടനയുടെ മുദ്രാവാക്യത്തെ കുറിച്ച് മനസ്സിലാക്കിയതാണ് ഭക്ഷണം ഉണ്ടാകട്ടെ. ഭക്ഷണം ഉണ്ടാകട്ടെ. അടുത്ത എന്താണ്?
അന്തർദേശീയ തലത്തിൽ തൊഴിൽ പ്രശ്നം കൈകാര്യം ചെയ്യുന്ന സംഘടനയെ കുറിച്ച് മനസ്സിലാക്കി. അതാണ് അന്താരാഷ്ട്ര തൊഴിൽ സംഘടന. അന്താരാഷ്ട്ര തൊഴിൽ സംഘടന നിലനിന്ന വർഷം മനസ്സിലാക്കി 1919. ഇനി അതിന്റെ ആസ്ഥാനം എന്ന് പറഞ്ഞ സ്വിറ്റ്സർലൻഡ് ജനീവയാണെന്ന് മനസ്സിലാക്കി. അടുത്തത് ലിംഗസമത്വം, സ്ത്രീ ശാക്തീകരണം എന്നിവയ്ക്ക് വേണ്ടി രൂപവത്കരിച്ച യുഎന്റെ പ്രത്യേക ഏജൻസി ഏതാണ്? അപ്പൊ ലിംഗസമത്വം, സ്ത്രീ ശാക്തീകരണം എന്നിവയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് രൂപീകരിച്ച യുഎന്റെ ആ ഒരു ഏജൻസി ഏതാണ്? യുഎൻ വിമൻ ആണ് കേട്ടോ. യുഎൻ വിമൻ ആണ്. അത് സ്ഥാപിത വർഷം പ്രത്യേകം നോക്കാം, 2010 ജൂലൈ 2. അപ്പൊ യുഎൻ വിമൻ എന്തിനാണ് സ്ഥാപിക്കപ്പെട്ടത്? ലിംഗസമത്വം, സ്ത്രീ ശാക്തീകരണം എന്നിവയ്ക്ക് വേണ്ടി രൂപവത്കരിച്ച യുഎന്റെ പ്രത്യേക ഏജൻസിയാണ് ഇത് യുഎൻ വിമൻ. അത് എന്നാണ് ഏജൻസി നിലവിൽ വന്നത്? 2010 ജൂലൈ 2 ഓർത്തു വയ്ക്കും. അത്രയും ഞാൻ മനസ്സിലാക്കേണ്ട യുഎൻ വിമനെ കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യം. ഇനി യുഎൻ വിമന്റെ ആസ്ഥാനം കൂടെ മനസ്സിലാക്കുക. എവിടെയാണ്? ന്യൂയോർക്ക് സിറ്റിയിലാണ് യുഎൻ വിമന്റെ ആസ്ഥാനം. യുഎൻ വിമന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂയോർക്ക് സിറ്റി. അപ്പൊ നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കി? യുഎൻ വിമൻ സ്ഥാപിതമായ വർഷം മനസ്സിലാക്കി, 2010 ജൂലൈ 2 മനസ്സിലാക്കി. എന്തിനാണ് സ്ഥാപിക്കപ്പെട്ടത്? ലിംഗസമത്വം, സ്ത്രീ ശാക്തീകരണം എന്നിവയ്ക്ക് മുന്നിട്ട് അതിന് വേണ്ടിയിട്ട് യുഎനിൽ ആരംഭിച്ച പ്രത്യേക ഏജൻസിയാണ് യുഎൻ വിമൻ. എന്നാൽ 2010 ജൂലൈ 2 അല്ലെ. ഇനി അത് മനസ്സിലാക്കി. എന്താണ് അതിന്റെ ആസ്ഥാനം കൂടെ മനസ്സിലാക്കി. ഏതാണ്? ന്യൂയോർക്ക് സിറ്റിയാണ് അതിന്റെ ആസ്ഥാനം മനസ്സിലാക്കി. നമ്മളെ യൂണിസെഫ് പഠിച്ച കൂട്ടത്തിൽ നമുക്ക് ഒരു പോയിന്റുകൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. യൂണിസെഫിന് നൊബേൽ സമ്മാനം ലഭിച്ച ഒരു വർഷമുണ്ട്. 1965 സമാധാനത്തിനാണ് യൂണിസെഫിന് നൊബേൽ സമ്മാനം ലഭിച്ചത്. അപ്പൊ യൂണിസെഫിന് നൊബേൽ സമ്മാനം ലഭിച്ച വർഷം ഏതാണെന്ന് വെച്ചാൽ 1965 സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനമാണ് ലഭിച്ചത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ യൂണിസെഫ് പഠിക്കുമ്പോൾ അതും കൂടി ഒന്ന് ഓർത്തു വയ്ക്കാം. ഇപ്പൊ നമ്മൾ ഇനി അടുത്ത് മനസ്സിലാക്കാൻ പോകുന്നത് അന്താരാഷ്ട്ര അണുശക്തി സംഘടനയെ കുറിച്ചാണ്. അന്താരാഷ്ട്ര അണുശക്തി സംഘടന. അതിന് നമ്മൾ പഠിച്ചതാണ് യുഎൻ വിമൻ അല്ലെ. യുഎൻ വിമന്റെ ആസ്ഥാനം ഓർത്തു വയ്ക്കുക. ന്യൂയോർക്ക് സിറ്റിയാണ് യുഎൻ വിമന്റെ ആസ്ഥാനം. അത് എന്നാണ് ആരംഭിച്ചത്? എന്നാ നിലവന്നത്? 2010 ജൂലൈ 2 കേട്ടോ. അത്രയും കാര്യം മനസ്സിലാക്കി വെക്കാം. പിന്നെ ഞാൻ ഇപ്പൊ പറഞ്ഞ യൂണിസെഫിന്റെ കാര്യം 1965 യൂണിസെഫിന് സമാധാനത്തിലാണ് നൊബേൽ സമ്മാനം ലഭിക്കുന്നത് കൂടെ ഓർത്തു വയ്ക്കും. അടുത്ത മനസ്സിലാക്കാൻ പോകുന്നത് ആണവോർജം സമാധാനപര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി നിലകൊള്ളുന്നതിന് വേണ്ടിയിട്ടാണ്. എന്താണ്? ആണവോർജം സമാധാന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ നിലകൊള്ളുന്ന സംഘടന ഏതാണ്? അന്താരാഷ്ട്ര അണുശക്തി സംഘടന. എന്താണ് അന്താരാഷ്ട്ര അണുശക്തി സംഘടന? അന്താരാഷ്ട്ര അണുശക്തി സംഘടന ആണവോർജം സമാധാനപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനായിട്ട് നിലകൊള്ളുന്ന സംഘടന ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? അന്താരാഷ്ട്ര അണുശക്തി സംഘടന. ഇനി അത് നിലവിൽ വന്ന വർഷം നോക്കാം. 1957 ജൂലൈ 29 ഈ അണുശക്തി സംഘടന നിലവന്നത്. അപ്പൊ അന്താരാഷ്ട്ര അണുശക്തി സംഘടനയുടെ എന്താണ് പ്രത്യേകത? ആണവോർജം സമാധാനമായി ഉപയോഗത്തിന് വേണ്ടിയിട്ട് നിലകൊണ്ട ഒരു സംഘടനയാണ് അന്താരാഷ്ട്ര അണുശക്തി സംഘടന. നിലവിലുള്ള വർഷം കൂടെ ഓർത്തു വയ്ക്കുക. 1957 ജൂലൈ 29. അപ്പൊ എത്രയും കൂടെ നോക്കി വയ്ക്കുക. ഇനി അടുത്തത് അന്താരാഷ്ട്ര അണുശക്തി സംഘടനകളുടെ നയം എന്താണ്? അപ്പൊ അന്താരാഷ്ട്ര അണുശക്തി സംഘടനകളുടെ നയം എന്ന് പറഞ്ഞ ആണവോർജം സമാധാനത്തിന്, അതാണ് അവരുടെ നയം എന്ന് ഓർത്തു വയ്ക്കാം. ഇനി അന്താരാഷ്ട്ര അണുശക്തി സംഘടനയുടെ ആസ്ഥാനം എവിടെ വെച്ചാൽ ഓസ്ട്രിയയുടെ തലസ്ഥാനമായ വിയന്നയാണ്. ഓസ്ട്രിയയുടെ തലസ്ഥാനമായ വിയന്നയിലാണ് അന്താരാഷ്ട്ര അണുശക്തി സംഘടന ആസ്ഥാനം എന്നാണ്. ഓസ്ട്രിയയുടെ തലസ്ഥാനം വിയന്നയാണ്. അന്താരാഷ്ട്ര അണുശക്തി സംഘടനയുടെ ആസ്ഥാനം കൂടെ ഇപ്പൊ ഓർത്തു വയ്ക്കാം. അപ്പൊ അത്രയാണ് അന്താരാഷ്ട്ര അണുശക്തി സംഘടനയെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അത് ആണവോർജം സമാധാനമായ ആണവോർജത്തിന്റെ വിനിയോഗത്തിന് വേണ്ടിയിട്ട് ആരംഭിച്ച സംഘടനയാണ് അന്താരാഷ്ട്ര അണുശക്തി സംഘടന. ഏത് വർഷമാണ്? 1957 ജൂലൈ 29. ഇനി അന്താരാഷ്ട്ര അണുശക്തി സംഘടനയുടെ നയം നമുക്ക് നേരത്തെ പറഞ്ഞത് തന്നെയാണ് ആണവോർജം സമാധാനത്തിന്. അടുത്ത എന്താണ്? അന്താരാഷ്ട്ര അണുശക്തി സംഘടനയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ഓസ്ട്രിയയുടെ തലസ്ഥാനമായ വിയന്നയാണ് കൂടെ പോയിന്റ് ഓർത്ത് വയ്ക്കും. അടുത്ത് മനസ്സിലാക്കാൻ പോകുന്നത് ഐക്യരാഷ്ട്രസഭയുടെ വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക സംഘടന ഏതാണ്? ഐക്യരാഷ്ട്രസഭയുടെ വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക സംഘടന ഏതാണ്? ഏതാണ് വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക സംഘടന? യുനെസ്കോ ആണ് കേട്ടോ. ഐക്യരാഷ്ട്രസഭയുടെ വിദ്യാഭ്യാസ ശാസ്ത്ര സാഹിത്യ സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ശാസ്ത്ര സാംസ്കാരിക സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ യുനെസ്കോ ആണ് കേട്ടോ. അപ്പൊ എന്താണ്? ഐക്യരാഷ്ട്രസഭയുടെ വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക സംഘടന ഏതാണ്? യുനെസ്കോ. അപ്പൊ എന്താണ്? ഐക്യരാഷ്ട്രസഭയുടെ വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക സംഘടന ഏതാണ്? യുനെസ്കോ ആണ് കേട്ടോ. ഇനി യുനെസ്കോന്റെ മുഴുവൻ പേരെന്താണ്? യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷൻ സയന്റിഫിക് ആൻഡ് കൾച്ചർ ഓർഗനൈസേഷൻ. എഡ്യൂക്കേഷൻ സയന്റിഫിക് ആൻഡ് കൾച്ചർ ഓർഗനൈസേഷൻ ആണ് യുനെസ്കോന്റെ പൂർണ്ണനാമം. ഇവിടെ യുനെസ്കോ നിലവിൽ വന്ന വർഷം കൂടെ നോട്ട് ചെയ്തോളൂ. 1945 നവംബർ 16 യുനെസ്കോ നിലവിൽ. യുനെസ്കോ നിലവിൽ വരുന്നത് 1945 നവംബർ 16.
ഇനി നമ്മൾ നേരത്തെ അന്താരാഷ്ട്ര അണുശക്തി സംഘടന കുറിച്ച്, അന്താരാഷ്ട്ര അണുശക്തി സംഘടനയ്ക്കും സമാധാനത്തിന് നൊബേൽ സമ്മാനം ലഭിക്കുകയുണ്ടായി. അത് 2005 കേട്ടോ. അപ്പൊ നമ്മൾ യുനിസെഫിന് സമാധാനത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചത് 1965 എന്നാൽ അന്താരാഷ്ട്ര അണുശക്തി സംഘടനയ്ക്കും സമാധാന നൊബേൽ സമ്മാനം ലഭിക്കുകയുണ്ടായി. അത് 2005 പോയിന്റ് നിങ്ങൾ ഓർത്തു വയ്ക്കുക. ഇനി നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? യുനെസ്കോ അല്ലെ. യുനെസ്കോ എന്ന് പറയുന്നത് ഐക്യരാഷ്ട്രസഭയുടെ വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക സംഘടനയാണ് യുനെസ്കോ. ഇനി അതിന്റെ ഫുൾ നെയിം എന്താണ്? യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷൻ സയന്റിഫിക് കൾച്ചറൽ ഓർഗനൈസേഷൻ. യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷൻ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ ആണ് യുനെസ്കോന്റെ ഫുൾ ഫോം. ഇനി യുനെസ്കോ നിലവിൽ വർഷം പഠിച്ചു എന്താണ്? 1945 നവംബർ 16 വർഷം കൂടെ ഓർത്തിക്കും. 1945 നവംബർ 16 നിലവിൽ അന്താരാഷ്ട്ര സംഘടന ഐക്യരാഷ്ട്രസഭയുടെ അന്താരാഷ്ട്ര സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ യുനെസ്കോ ആണെന്ന് ഓർമ്മിക്കുക. ഏത് വർഷം? 1945 നവംബർ 16. ഇനി യുനെസ്കോന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? യുനെസ്കോന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാരീസിലാണ് കേട്ടോ. അപ്പൊ എവിടെയാണ്? പാരീസിലാണ് യുനെസ്കോന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. പറഞ്ഞ പാരീസിലാണ്. ഏത് വർഷമാണ്? 1945 നവംബർ 16 കേട്ടോ. എവിടെയാണ് യുനെസ്കോന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്? പാരീസിലാണ്. ഈ പോയിന്റ് കിട്ടിയോ? അടുത്ത യുനെസ്കോ എന്ന് പറഞ്ഞ സംഘടന അതാണ് ലോക പൈതൃക കേന്ദ്രങ്ങൾ എന്താണ് പ്രഖ്യാപിക്കുന്ന സംഘടന. ലോക പൈതൃക കേന്ദ്രങ്ങൾ പ്രഖ്യാപിക്കുന്ന സംഘടന യുഎന്റെ സംഘടനയാണ് ചൊല്ലിയത് യുനെസ്കോ ആണെന്ന് മനസ്സിലാക്കി വെക്കും. ഇനി അപ്പൊ ഇത്രയാണ് നമ്മൾ യുനെസ്കോ പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ യുനെസ്കോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ? ഐക്യരാഷ്ട്രസഭയുടെ വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക സംഘടനയാണ് യുനെസ്കോ. ഇതിന്റെ ഫുൾ ഫോം നമ്മൾ നോക്കി. യുനെസ്കോ നിലനിന്ന വർഷം എന്താണ്? 1945 നവംബർ 16 നോക്കി. യുനെസ്കോന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാരീസിലാണ് മനസ്സിലാക്കി. ഇനി ആ യുനെസ്കോന്റെ പ്രത്യേകത എന്താണ്? ലോക പൈതൃക സ്മാരകങ്ങൾ പൈതൃക കേന്ദ്രങ്ങൾ അതിനെ പ്രഖ്യാപിക്കുന്ന സംഘടന കൂടിയാണ് യുനെസ്കോ എന്ന് മനസ്സിലാക്കി. അടുത്ത മനസ്സിലാക്കാൻ പോകുന്നത് ലോക വ്യാപാര സംഘടന. ലോക വ്യാപാര സംഘടനയാണ്. അപ്പൊ ലോക വ്യാപാര സംഘടന അന്താരാഷ്ട്ര തലത്തിലെ വ്യാപാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ച സംഘടനയാണ് ലോക വ്യാപാര സംഘടന. ഇനി WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTO. ഇനി ലോക വ്യാപാര സംഘടന നിലവിൽ വന്ന വർഷം കൂടെ മനസ്സിലാക്കി വയ്ക്കുക. 1995 ജനുവരി 1 ലോക വ്യാപാര സംഘടന നിലവിൽ. അപ്പൊ എന്താണ്? 1995 ജനുവരി 1 കേട്ടോ. അപ്പൊ ലോക വ്യാപാര സംഘടന എന്ന് പറയുന്നത് നിലവിൽ വന്ന വർഷം 1995 ജനുവരി 1 ഇനി ഈ അന്താരാഷ്ട്ര സംഘടനയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന ഏത് സംഘടനയാണെന്ന് ചോദിച്ചാൽ ഗാട്ട് ആണ് കേട്ടോ. അന്താരാഷ്ട്ര ലോക വ്യാപാര സംഘടനയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് എന്താണ്? ഗാട്ട് ആണ്. മനസ്സിലായല്ലോ? അപ്പൊ ഏത് അന്താരാഷ്ട്ര സംഘടന മുൻഗാമിയാണ് ഈ പറഞ്ഞ ഗാട്ട് എന്ന് ചോദിച്ചാൽ ലോക വ്യാപാര സംഘടനയുടെ മുൻഗാമിയാണ് ഗാട്ട് എന്ന് മനസ്സിലാക്കി. ഇനി ലോക വ്യാപാര സംഘടന ആസ്ഥാനം എവിടെയാണ്? ജനീവയിലാണ് ലോക വ്യാപാര സംഘടന ആസ്ഥാനം. അപ്പൊ ലോക വ്യാപാര സംഘടന എന്ന് പറയുന്നത് നിലവന്നത് 1995 ജനുവരി 1 അതുപോലെ എന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ജനീവയാണ്. അതിന് മുൻഗാമി എന്നറിയപ്പെടുന്ന ഗാട്ട് ആണെന്ന് കൂടെ ഓർത്തു വയ്ക്കുക. അപ്പൊ വർഷം മനസ്സിലാക്കുക. 1995 ജനുവരി 1 എന്താണ്? ലോക വ്യാപാര സംഘടന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്നു. ജനീവയാണ് ആസ്ഥാനം. അതിന് മുൻഗാമി എന്നറിയപ്പെടുന്ന ഗാട്ട് ആണ്. ഈ 3 പോയിന്റ്സുകൾ പ്രധാനമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. അടുത്ത് നോക്കാം ലോക കാലാവസ്ഥ സംഘടന. ലോക കാലാവസ്ഥ സംഘടന സ്ഥാപിതമായത് 1950 കേട്ടോ. ലോക കാലാവസ്ഥ സംഘടന സ്ഥാപിതമായത് 1950 അതിന്റെ ആസ്ഥാനം എന്താണ്? സ്വിറ്റ്സർലൻഡ് ജനീവ തന്നെയാണ് അതിന്റെ ആസ്ഥാനം. മനസ്സിലായ? ലോക കാലാവസ്ഥ സംഘടന നിലവിൽ വന്നത് 1950 സ്വിറ്റ്സർലൻഡ് ജനീവയാണ് ആസ്ഥാനം എന്ന് കൂടെ ഓർത്തു വയ്ക്കുക. അടുത്ത് മനസ്സിലാക്കേണ്ടത് നമ്മുടെ അന്താരാഷ്ട്ര മാരിടൈം സംഘടന. അന്താരാഷ്ട്ര മാരിടൈം സംഘടന എന്ന് പറഞ്ഞാൽ സുരക്ഷിതമായിട്ട് സമുദ്രയാത്രയ്ക്ക് നിലകൊള്ളുന്ന ഒരു സംഘടനയാണ് അന്താരാഷ്ട്ര മാരിടൈം സംഘടന. അപ്പൊ അന്താരാഷ്ട്ര മാരിടൈം സംഘടന എന്ന് പറഞ്ഞാൽ സുരക്ഷിതമായ സമുദ്രയാത്രയ്ക്ക് നിലകൊള്ളുന്ന സംഘടന. സുരക്ഷിതമായ സമുദ്രയാത്രയ്ക്ക് നിലകൊള്ളുന്ന സംഘടന ഏതാണ്? അന്താരാഷ്ട്ര മാരിടൈം സംഘടന. ഇനി നിലവിലുള്ള വർഷം കൂടെ ഒന്ന് നോക്കാം. 1948 അന്താരാഷ്ട്ര മാരിടൈം സംഘടന നിലവിൽ. 1948 അതിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ ലണ്ടൻ ആണ്. ആസ്ഥാനം എവിടെയാണ്? ലണ്ടൻ ആണ്. മനസ്സിലായി? അപ്പൊ അന്താരാഷ്ട്ര കാലാവസ്ഥ സംഘടന അന്താരാഷ്ട്ര കാലാവസ്ഥ സംഘടന നിലനിൽക്കുന്നത് എവിടെയാണ്? അത് ജനീവയിലുണ്ട് ആസ്ഥാനം കേട്ടോ. അത് 1950 ഇപ്പൊ നമ്മൾ പഠിച്ചതാണ് അന്താരാഷ്ട്ര മാരിടൈം സംഘടന. അന്താരാഷ്ട്ര മാരിടൈം സംഘടന സുരക്ഷിതമായ സമുദ്രയാത്രയ്ക്ക് നിലകൊള്ളുന്ന സംഘടനയാണ് അന്താരാഷ്ട്ര മാരിടൈം സംഘടന. അത് നിലവിൽ 1948 കേട്ടോ. അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ലണ്ടൻ ആണ്. ഇത്രയും പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കാം. അടുത്ത് പരിസ്ഥിതി സംരക്ഷണത്തില് അന്താരാഷ്ട്ര സഹകരണം ലക്ഷ്യമിടുന്ന ഐക്യരാഷ്ട്രസഭ പരിസ്ഥിതി പരിപാടി നിലവിൽ വന്ന വർഷമാണ്. അപ്പൊ അന്താരാഷ്ട്ര സഹകരണം പരിസ്ഥിതി സംരക്ഷണത്തിൽ ലക്ഷ്യമിട്ടുകൊണ്ട് ഐക്യരാഷ്ട്രസഭ ഒരു പരിസ്ഥിതി പരിപാടി പ്രഖ്യാപിക്കേണ്ടത്. അത് ഏത് വർഷമാണെന്ന് വെച്ചാൽ 1972 കേട്ടോ. പരിസ്ഥിതി പരിപാടി അന്താരാഷ്ട്ര സംഘടന പരിസ്ഥിതി സംരക്ഷണം ലക്ഷ്യമിട്ട് അന്താരാഷ്ട്ര സംഘടന പരിസ്ഥിതി പരിപാടി ആരംഭിച്ച് 1972 ആ പദ്ധതി നിലവിൽ വന്നത്.
ഇനി ഐക്യരാഷ്ട്രസഭ പരിസ്ഥിതി പരിപാടിയുടെ ആസ്ഥാനം, ഈ പരിസ്ഥിതി പരിപാടി നിലവിൽ 1972-ലാണ്. പരിസ്ഥിതി സംരക്ഷണ ബന്ധപ്പെട്ട് ഐക്യരാഷ്ട്രസഭ ഒരു പരിസ്ഥിതി പരിപാടി ആരംഭിച്ചു. അത് 1972-ലാണ്. ആ പരിസ്ഥിതി പരിപാടിയുടെ ആസ്ഥാനം എവിടെയാണ് ചോദിച്ചത്? നെയ്റോബിയാണ് കേട്ടോ. കെനിയയുടെ തലസ്ഥാനമായ നെയ്റോബിയാണ് പരിസ്ഥിതി പരിപാടി ആസ്ഥാനം. അതെന്തിനാണ് മുൻതൂക്കം കൊടുത്ത? പരിസ്ഥിതി സംരക്ഷണം മുൻതൂക്കം കൊടുത്തത് ആ ലക്ഷ്യമിട്ടുകൊണ്ട് 1972-ലാണ് ആരംഭിച്ചത്. എവിടെയാണ്? കെനിയയുടെ തലസ്ഥാനമായ നെയ്റോബിയാണ് എന്റെ ആസ്ഥാനം എന്ന് ഓർത്തുവയ്ക്കുക. ഇനി അടുത്ത ലോക വിനോദസഞ്ചാര സംഘടനയിൽ നിന്ന് 1970-ലാണ്. ലോക വിനോദസഞ്ചാര സംഘടനയുടെ ആസ്ഥാനം എവിടെയെന്ന് നോക്കാം. അത് സ്പെയിനിലെ മാഡ്രിഡ് ആണ്. ലോക വിനോദസഞ്ചാരത്തിന്റെ ആസ്ഥാനം, അന്താരാഷ്ട്ര വിനോദസഞ്ചാര സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? സ്പെയിനിലെ മാഡ്രിഡ് ആണെന്ന് ഓർക്കുക. അടുത്ത് മനസ്സിലാക്കേണ്ടത് നമ്മള് ബ്രെട്ടൺ വുഡ് ഇരട്ടകൾ, ബ്രെട്ടൺ വുഡ്സ് ഇരട്ടകൾ എന്നറിയപ്പെടുന്നത് ഏതൊക്കെയാണ്? ബ്രെട്ടൺ വുഡ്സ് ഇരട്ടകൾ എന്നറിയപ്പെടുന്ന ലോക ബാങ്കും അതുപോലെ IMF കേട്ടോ. ബ്രെട്ടൺ വുഡ്സ് ഇരട്ടകൾ നമ്മള് ഐക്യരാഷ്ട്രസഭയുടെ ചില സംഘടനകളെ കുറിച്ച് മനസ്സിലാക്കി, അതിന്റെ ആസ്ഥാനങ്ങളും വർഷമൊക്കെ മനസ്സിലാക്കി. ഇപ്പൊ ക്ലാസ് നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇനിയും കുറച്ച് കാര്യങ്ങളോട് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഡീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇത് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പറഞ്ഞ പോയിന്റ്സ് ഒക്കെ എഴുതി സൂക്ഷിക്കുക. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ഫ്രം മീ. താങ്ക് യു.